പലപ്പോഴും തത്കാൽ ടിക്കറ്റുകൾ എടുത്ത് ഫെയിലായിട്ടുള്ളവരായിരിക്കും നമ്മൾ, അല്ലേ? അപ്പോൾ ചില ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടമ്പ മറികടക്കാം. ഒന്നാമത്തത്, ആദ്യം തന്നെ നിങ്ങളൊരു വൈഫൈയിൽ കണക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്കിനേക്കാളും എന്തുകൊണ്ടും കുറച്ച് സ്പീഡ് കൂടിയതായിരിക്കും വൈഫൈ. അപ്പോൾ അത് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി ഭാഗത്തെ പ്രശ്നങ്ങൾ തീർന്നു. എടുക്കാൻ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ ഫോണിൽ കയറുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഒന്നാമത്തത്, യാത്രക്കാരുടെ വിവരങ്ങൾ. ആപ്പ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ മൈ മാസ്റ്റർ ലിസ്റ്റ് എന്ന് കാണാം. ഈ മാസ്റ്റർ ലിസ്റ്റിൽ ആഡ് പാസഞ്ചർ ക്ലിക്ക് ചെയ്താൽ തത്കാൽ ആർക്കാണോ വേണ്ടത് അവരുടെ പേര് വിവരങ്ങൾ നൽകേണ്ടി വരും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കുറച്ചുകൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. നോൺ എ സിക്ക് മൈ മാസ്റ്റർ ലിസ്റ്റ് ഇപ്പോൾ ബാധകമല്ല. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ തത്കാൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേര് കൊടുക്കുന്ന, അതായത് ഏത് സ്ഥലത്തിലോട്ടാണോ പോകേണ്ടത് ആ പേര് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സെർച്ച് ലിസ്റ്റിൽ വന്ന് കിടക്കും. IRCTCയുടെ റെയിൽ കണക്ട് ആപ്പ് വഴിയാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ പേയ്മെൻറ്റ് വാലറ്റ് ഉണ്ട്. ആ വാലറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വാലറ്റിലോട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നേരത്തെ ആഡ് ചെയ്തിടാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ ആപ്പിലോട്ട് അയച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു പോകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ ശരി, ബൈ.